അതെ, എനിക്ക് പൈസ സേവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഫ്രണ്ട്സൊക്കെ പറയാം SIP ആണ് നല്ലതെന്ന്. പക്ഷെ എനിക്കാണെങ്കിൽ ഇത് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അതെങ്ങനെയാ ശരിക്കും? എടാ SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ് പറയാം. അതായത് നമ്മൾ ഓരോ മാസവും ഒരു ചെറിയൊരു എമൗണ്ട്, അതായത് ഒരു 500 രൂപ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഫിക്സഡ് എമൗണ്ട് ഓരോ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് വർഷം 20 വർഷം 30 വർഷം കഴിയുമ്പോഴത്തേന് ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഇതിന് റിട്ടേൺ കിട്ടും. അതായത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് കമ്പനീസ് ലിസ്റ്റ് ചെയ്ത് നമുക്കറിയാം, ടാറ്റ മോട്ടോഴ്സ്, റിലയൻസ്, അദാനി ഗ്രൂപ്പ്, അതേപോലെ തന്നെ നമ്മൾ കേരളത്തിലെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പം ഈ കമ്പനീസിലൊക്കെ അവരെന്ത് ചെയ്യുന്ന വെച്ചാണെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആളുകൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ചെറിയ എമൗണ്ട് ഉപയോഗിച്ച് അവരെന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറേ വർഷം കഴിയുമ്പോൾ കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എഫക്റ്റോട് കൂടി നമുക്ക് വലിയൊരു എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അതാണ് SIPന്റെ വലിയ പ്രത്യേകത. അപ്പൊ ഇപ്പൊ മാർക്കറ്റ് ഡൗൺ അല്ലേ, അപ്പൊ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് നഷ്ടം വരുമോ? എടാ, നമ്മൾ മാർക്കറ്റിലേക്ക് തക്കാളി വാങ്ങാൻ പോകുന്നത് പോലെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ. അതായത് ഇപ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് കുറയുമ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അതായത് തക്കാളിയുടെ പ്രൈസ് കുറയുമ്പോൾ നമുക്ക് കൂടുതൽ തക്കാളി കിട്ടുമല്ലോ, അതേ എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻസിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും നമ്മളിപ്പോൾ 2 ആഴ്ചത്തേക്കോ 3 ആഴ്ചത്തേക്കോ ഒന്നും അല്ലല്ലോ, നമ്മൾ ഒരുപാട് വർഷം, ഒരു 20 വർഷം 30 വർഷം തന്നെ ഉണ്ടാവുമല്ലോ SIP എന്ന് പറയുമ്പോൾ. അപ്പം ഈ കുറേ വർഷങ്ങളിലേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ പ്രൈസിന് സാധനം വാങ്ങുമ്പോൾ കൂടുതൽ ലാഭം കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇതിന് റിസ്ക് ഉണ്ടാവില്ല? തീർച്ചയായിട്ടും റിസ്ക് ഉണ്ടാവും. കൈ തന്നെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റില്ല എന്നാണല്ലോ, പക്ഷേ റിസ്ക് കുറവായിരിക്കും. കാരണം ഇത് ഒന്നാമത് പഠിക്കുന്നത്, ഇത് എക്സ്പേർട്ട് ആയ ഒരാളാണ് ഇതുമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് കുറവായിരിക്കും. മാത്രമല്ല, നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്. അത് ഒരുപാട് സെക്ടേഴ്സ് ഉള്ളതാണ്. എക്സാമ്പിൾ, IT ഫീൽഡിലെ കമ്പനീസ് ഉണ്ടാവും, വാഹനവുമായി ബന്ധപ്പെട്ട കമ്പനീസ് ഉണ്ടാവും, അതേപോലെ FMCG ഉണ്ടാവും, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് സെക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഓരോ സെക്ടേഴ്സിലെയും വളരെ ബെസ്റ്റ് കമ്പനീസ് ഏതാണോ ആ കമ്പനീസിൽ മാത്രമേ ഇവർ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ വെറൈറ്റീസ് ഓഫ് സെക്ടേഴ്സ് ഉണ്ടായതിനെക്കൊണ്ട് നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. ഒരു സെക്ടർ നമുക്ക് ഫെയിൽ ആയാലും മറ്റൊരു സെക്ടർ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനെക്കൊണ്ട് തന്നെ റിസ്ക് വളരെ കുറവായിരിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു 20 കൊല്ലം കഴിയുമ്പോഴേക്കും ഞാൻ കോടീശ്വരിയാവും. പിന്നെ അല്ലാതെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ 5 വർഷം 500 രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 500 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കൊരു ലാഭം കിട്ടുമല്ലോ, ഈ ലാഭം കൂടി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റലായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഒരുപാട് വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൂടുതൽ കിട്ടും, റിട്ടേൺ കൂടുതൽ കിട്ടും. മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ SIPയേക്കാൾ ഒരുപാട് മികച്ച ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് നമ്മൾ മാർക്കറ്റിലുള്ള അവൈലബിൾ ആണ്. നമുക്ക് Nifty 50 നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. നീ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സംഭവം സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും.